കേരളത്തിനകത്ത് ഇപ്പോൾ ഓരോ ആളുകളും വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് ഒന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ അതിന്റെ വോളിയം എത്രയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നതാണ്. ഇത്രമാത്രം ഒരു ക്രൈസ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു നവോത്ഥാനത്തിന്റെ വലിയ സാധ്യതകൾ ഉണ്ടായിട്ടുള്ളത്? നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, പൊയ്യേരി അപ്പച്ചൻ, പിന്നെ ഇങ്ങനെ വന്നിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന വമ്പിച്ച തോതിലുണ്ടായിരിക്കുന്ന സാമൂഹിക നവോത്ഥാന പ്രക്രിയ, ഈ നവോത്ഥാന പ്രക്രിയ എല്ലാം ഉണ്ടായിട്ട് പോലും നാം എവിടെയാണ് സാംസ്കാരികമായും രാഷ്ട്രീയമായും മുന്നേറിയത് എന്നതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് വാസ്തവത്തിൽ ആരാണ്? നമുക്ക് തൊട്ട് പുറകെ വരുന്ന വിദ്യാർത്ഥികൾ പാഠശാലയിലൂടെ കോളേജുകളിലൂടെയാണ് അത് നേടിയെടുക്കേണ്ടത്. ഈ നേടിയെടുക്കുന്ന ധാർമ്മിക ബോധത്തിന്റെ ഫലത്താണ് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ എന്താക്കി തീർത്തും അപ്പനില്ലാത്ത ഒരു സ്ഥാപനം മാത്രമാക്കി മാറ്റി തീർക്കാനുള്ള പ്രക്രിയക്കും ലീഡർഷിപ്പ് കൊടുക്കുകയാണ് ആര്? ഇതും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. അത് തടയാൻ ശ്രമിച്ചിരിക്കുന്ന ഗവർണർ എന്തായിത്തീരുകയാണ്? ഗവർണറെ പുലഭ്യം പറയുകയും പുലയാട്ടുകയും ഏറ്റവും മോശമായിരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ആക്ഷേപിക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോ ഈ യൂണിവേഴ്സിറ്റികളെ മറ്റെന്തെങ്കിലും തരത്തിൽ അതിനെ പ്രതിരോധിക്കാനോ ചെറുക്കാനോ സാധ്യമാകുമോ എന്ന അന്വേഷണം ഗവർണർ നടത്തിയത് കൊണ്ടാണ് ഗവർണർ ഈ മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ വലിയ പ്രഗത്ഭനായിരിക്കുന്ന ഒരാളായി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ പടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ആർക്കാണ് ഉണ്ടായിത്തീരേണ്ടത്? അത് ഉണ്ടായിത്തീരേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് അത് ഉണ്ടായിത്തീരേണ്ടത്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ആ അർത്ഥം ഈ പറയാവുന്ന സകലമാന വൃത്തികേടുകളുടെയും അധാർമിക പ്രവൃത്തികളുടെയും കൂത്തരങ്ങായി അല്ലെങ്കിൽ കീഴ്മേൽ വഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സമ്പദ്ഘടനയുടെ ഒരു ഭാഗമായി തീരാൻ അവർ പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത്തരം പരിവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സത്യത്തിൽ ഈ 23-ൽ നിന്ന് നമ്മൾ 24-ലേക്ക് കടക്കുമ്പോൾ നാം എന്തിൽ നേടാൻ പോകുന്നു എന്ന ചോദ്യം വരുന്നത്. വളരെ ഖേദകരമായ മറുപടിയാണ് പറയുന്നത്. നിലവിലുള്ള ഈ അവസ്ഥ തുടരുകയാണ് എങ്കിൽ നമുക്ക് ഒന്നും തന്നെ നേടുക സാധ്യമായിരിക്കില്ല മിസ്റ്റർ നമ്പ്യാർ. വളരെ പ്രയാസകരമായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു പ്രായോഗികമായ മാർഗം എന്ത് എന്നുള്ളതാണ് പിന്നീട് വരുന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരമായി എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ പറയാ വളരെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന സംവാദങ്ങളും ചർച്ചകളും നടത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ വലിയ തോതിലുള്ള എല്ലാ സംവാദങ്ങളും ചർച്ചകളും രൂപപ്പെടുന്നതിലൂടെ മാത്രമാണ് അടഞ്ഞുപോയിരിക്കുന്ന അല്ലെങ്കിൽ തുറക്കപ്പെടാതെ പോയിരിക്കുന്ന അടച്ചുപൂട്ടിയിരിക്കുന്ന നമ്മുടെ ബോധമണ്ഡലവും ചിന്തയുടെ ഒരു അവസ്ഥ, ആ അവസ്ഥയെ എന്താ പറയാ അത് വാതിലുകൾ തുറക്കണം. അഥവാ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്തന്റെ ഉന്മാദത്തോടെ ഈ കൊട്ടിയടച്ചിരിക്കുന്ന വാതിലുകളും വാതാലും കൊട്ടിയടച്ചിരിക്കുന്ന നിങ്ങളുടെ ചിന്തയുടെ വാതിൽ ചവിട്ടി തുറക്കണം. ഈ ചവിട്ടി തുറക്കുന്ന ഒരു പ്രക്രിയ രൂപം കൊള്ളുന്നതിലൂടെ മാത്രമാണ് അത് കേവലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന സൂചനകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സത്യത്തിൽ ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടെന്നില്ല. കാരണം ആരാണ് ഈ പറയുന്ന ഇത്ര ജീർണിച്ചിരിക്കുന്ന ഒരു അവസ്ഥക്കെതിരെ പ്രതിഷേധത്തിന്റെ കുന്തമുന ഉയർത്തുന്നത്? ഇതാണ് ചോദ്യം. ആരാണ് ഉയർത്തുന്നത്? ആരും ഉയർത്തുന്നില്ല. ഈ ഉയർത്താത്തൊരു ഘട്ടത്തിലാണ് നേരത്തെ എല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മറിയക്കുട്ടി ചേച്ചി ഇതിനകത്ത് എന്ത് വരുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് വരുന്നത്. ജോൺ ഓഫ് ആർക്ക് അതുപോലെ ഒരു ഐക്കണായി വരികയാണ്. ഇപ്പൊ ഇങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടായിത്തീരുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അത് സാധ്യമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഈ വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകൾക്ക് ഇത് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ഈ സാധ്യമാവാത്തതിന്റെ ഉത്തരവാദിത്വത്തിനെത്ത പ്രധാനപ്പെട്ട കാരണം കേരളത്തിനകത്ത് സർക്കാർ ജീവനക്കാർ വാങ്ങിക്കൂട്ടുന്ന എന്താ പറയാ അനിയന്ത്രിതമായ തോതിലുണ്ടായിരിക്കുന്ന ശമ്പളമുണ്ട്. ആ ശമ്പളത്തിനകത്ത് എന്ത് വേണം? അതൊരു ക്രൈറ്റീരിയ നിശ്ചയിക്കണം. ഇത് നിശ്ചയിക്കണമെന്നുള്ള ഈ വാദം ആദ്യം ഉന്നയിച്ചത് മരിച്ചു പോയിരിക്കുന്ന MA ജോർജാണ്. നമ്മെ നയിക്കും MA ജോർജ് എന്ന് പറയുന്ന MA ജോർജ്. ആ MA ജോർജാണ് ഇതിൽ കൃത്യമായിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഈ തോന്നിയ പോലെ ഉണ്ടായിരിക്കുന്ന ശമ്പളങ്ങൾ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഈ പരിപാടിയുടെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വലിയ വാർത്തയുണ്ടല്ലോ. 2 പുതിയ മന്ത്രിമാർ വന്നപ്പോ ആ മന്ത്രിമാർ നേരത്തെ ഉണ്ടായിരുന്ന ആ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാവരും രാജിവെച്ചു. എല്ലാവരും 2 വർഷവും 1 മാസവും ഒരു ദിവസവും ആയി കഴിഞ്ഞാൽ അവർക്ക് 5 വർഷത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് എന്തായി ചെയ്യുകയാണ്? അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ്. ഇത് കൊടുക്കാൻ കേരളത്തിന്റെ ഖജനാവിൽ പണം ഉണ്ടോ? കേരളത്തിൽ രാജിക്കുന്ന സാമാന്യമായിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തവസ്ഥയിലാണ് ഇവൻ നികുതി കൊടുക്കുകയും ഇത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പാപ്പരീകരിക്കപ്പെട്ടു പോയിരിക്കുന്ന കേരളത്തിനകത്ത് കേന്ദ്രം തരുന്നില്ല. ഈ വെടികൾക്ക് ഇനി യാതൊരു പ്രസക്തിയുമില്ല. ആ മുദ്രാവാക്യത്തിന് പ്രസക്തിയേ ഇല്ല. അതില്ലാതായി തീരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ
ഞാൻ ഒരു തവണ ഇതേപോലെ ഈ ഫോറിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അത് പറഞ്ഞതാണ്. പിന്നെ ഫെഡറൽ സംവിധാനത്തിൽ നിന്നും നേരത്തെ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ഉള്ള അത്ര മാരകമായി കേന്ദ്ര ഗവൺമെന്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റുകളെ ഞെരിച്ച് കണ്ടം ഞെരിക്കുക സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ജനാധിപത്യം വികസിച്ചിട്ടുണ്ട്. എത്രമാത്രം തടയാൻ ശ്രമിച്ചാലും അത് സാധ്യമല്ല. അതോടൊപ്പം തന്നെ നാം ഈ കേരളം ഇത്രയേറെ കടക്കണിയിൽ വിടുത്തുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഒരു ഭാവനയും ഇല്ലാതെ നടത്തിയിരിക്കുന്ന വികസന പ്രക്രിയകളാണ്. ഈ വികസന പ്രക്രിയയാവട്ടെ തത്തൽ എന്തുമാത്രമാണ് പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിലാണ് ഈ പണം മുഴുവൻ നിക്ഷേപിച്ചത്. ഇതിനകത്താണ് വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പഠന നിലവാരത്തിന്റെ കണ്ടന്റ് എന്താണ് എന്ന് കരിക്കുലം കമ്മിറ്റി ഇതുവരെ പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിക്കൂല. ഇത് പരിശോധിക്കാതെ എന്റെ ഫലം എന്താണ്? പരിശോധിക്കാതെ വരാന്താ ഒന്നും അറിഞ്ഞുകൂടാ, ഒരു വസ്തു അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഒരു വക അറിയില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് ഷേക്സ്പിയർ പഠിക്കുന്നില്ല. പകരം പഠിക്കുന്നത് ഫങ്ഷണൽ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. അപ്പൊ ഷേക്സ്പിയറെ ഒഴിവാക്കിക്കൊണ്ട് ഫങ്ഷണൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപക്ഷെ എന്താ ചെയ്യാം, ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം, ചിലപ്പോൾ ഒരു കത്ത് എഴുതാനും പറ്റിയേക്കാം. പക്ഷേ ഒരു എന്താ പറയാ, ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന സംഭവം പഠിക്കുന്നതിലൂടെ നിങ്ങളിൽ വരുന്ന സാംസ്കാരികമായിരിക്കുന്ന വളർച്ചയുണ്ട്, രാഷ്ട്രീയമായിരിക്കുന്ന പുതിയ അവബോധമുണ്ട്, പുതിയൊരു ഉൾക്കാഴ്ചയുണ്ട്. ഈ ഉൾക്കാഴ്ച തടയുന്ന വിദ്യാഭ്യാസം കൊണ്ട് വാസ്തവത്തിൽ നാം എന്താണ് നേടുന്നത്? ഒരു മണ്ണാങ്കട്ട നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല പലപ്പോഴും എന്താ ഇത് പുറത്തേക്ക് പടികടന്നു പോയി വിദ്യാഭ്യാസം നേടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന കുട്ടികളെ പിന്നെ എന്താ പറയാ കയറ്റി അയക്കുന്ന ഒരു മേഖല മാത്രമായി കേരളത്തിലെ ഈ തകർന്ന് തമ്പൂറായിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖല മാറ്റപ്പെടുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തമ്പൂറായി ഭാവിയിലേക്ക് എം ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിദൂരത്തിൽ കാണാവുന്ന ഒരു വെളിച്ചത്തിന്റെ ഒരു നേരിയ സംഭവം പോലും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളീയ പൊതുസമൂഹത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നതിൽ ഈ പാർട്ടിയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ആ പാർട്ടിയും, അതിനിപ്പോ അതിന്റെ 15 വർഷക്കാലത്തെ പാർട്ടി സെക്രട്ടറിയും ഇതിനിപ്പോ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയും അതിനുവേണ്ടി മാത്രമാണ് ശ്രമിച്ചതെന്നും അതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ദുരന്ത കഥാപാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പൊ എല്ലാവരും ഒരു പരിധിവരെ കൈയൊടിച്ചു പോയി എങ്കിൽ പോലും ഞാൻ പറയാണ് ഈ പിന്നെ സ്വപ്ന സുരേഷ് അവരുടെ നിലവിളി ഇന്നും ഈ കേരളത്തിലെ അന്തരീക്ഷത്തിൽ കീറി പറഞ്ഞു പോയില്ലേ. ഇതൊന്ന് ആലോചിക്കട്ടെ. ആ ഏറ്റവും പ്രഗത്ഭനായ പിന്നെ ഒരു IAS ഉദ്യോഗസ്ഥനാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ശിവശങ്കരൻ. നല്ല ബുദ്ധിയുള്ള ആളാണ് അയാൾ. ആ ബുദ്ധിയുള്ള ഒരാളെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ച പണി എന്താണ്? തന്റെ കുടുംബത്തെ, തുടക്കത്തെ ഞാൻ പറയാം, തന്റെ കുടുംബത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന രീതിയിലേക്ക് സാധനം കൊണ്ടുവരിക. അതിനായിരിക്കും സ്വപ്ന സുരേഷ് അതിനകത്ത് ഉപയോഗിച്ചപ്പോ രണ്ടാളെയും നിഷ്കരണം തള്ളുകയാണ് ചെയ്ത്. ഈ നിഷ്കരണം തള്ളിയിട്ട് പോലും കേരളത്തിനകത്ത് എന്ന് ആരെങ്കിലും ഒരാൾ ഇത് അനീതിയാണെന്ന് പറയാൻ എത്ര ആളുകളാണ് ഉണ്ടായത്? ജനം TV കുറച്ചു കാലം ചർച്ച ചെയ്തു എന്നല്ലാതെ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടായോ? ഒരു വസ്തു സംഭവിച്ചില്ലല്ലോ. അതിന് പകരം എന്താ? അപമാനത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് അവരെ ചവിട്ടി താഴ്ത്താനാണ് ഈ കേരളത്തിലെ മിക്കവാറും ആളുകളും മിക്കവാറും പ്രിന്റ് മീഡിയയും മിക്കവാറും വിഷ്വൽ മീഡിയകളും ശ്രമിച്ചത് എന്ന ദുഃഖകരമായ സത്യം നിൽക്കുകയാണ്. ഈ ദുഃഖകരമായ സമാന്തരമായിട്ടല്ല വന്നത്, അതിന് നേരെ എതിർ ദിശയിലാണ് ആര് കടന്നു വന്നത്? ഈ മറിയക്കുട്ടി ചേച്ചി വന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ജനാധിപത്യം നിങ്ങൾ ആര് കണ്ഠം ചരിച്ച് കൊല്ലാൻ ശ്രമിച്ചാലും അതിന് മറ്റൊരു ദിശയിലൂടെ അത് പുറത്തു വരികയും അത് സ്വാഭാവികമായും സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് അത് കടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന ചർച്ചകൾ, സംവാദങ്ങൾ ഇവ പിന്നെ നടത്തുകയും അത് നടത്തുന്നതിലൂടെ ഒരു പുതിയ അവബോധം, രാഷ്ട്രീയ അവബോധവും സാംസ്കാരിക ബോധവും രൂപപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന വളരെ ബുദ്ധിപരമായിരിക്കുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ കേരളത്തിന് ഇനി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്, മിസ്റ്റർ നമ്പ്യാർ.